അരുതായ്മകളിൽ നിന്ന് നന്മയിലേക്ക് നീങ്ങുന്ന ജീവിതത്തിന്റെ നവരസങ്ങൾ കാണിച്ചുകൊണ്ട് നേർക്കണ്ണ് തുറക്കുകയാണ്. സ്വാഗതം നേർക്കാഴ്ചയിലേക്ക്. സ്റ്റോപ്പ് മെമ്മോ നൽകിയാലും മുക്കുന്നിമല കുലുങ്ങിക്കൊണ്ടേയിരിക്കും. സ്റ്റോപ്പ് മെമ്മോയ്ക്ക് കടലാസിന്റെ വില പോലുമില്ലെന്ന ഖനന മാഫിയയ്ക്ക് നന്നായി അറിയാം. ഉദ്യോഗസ്ഥ മാഫിയ നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിടാൻ അടിച്ചിറക്കുന്ന വെറും ഇൻഡാസുകൾ മാത്രമാണ് സ്റ്റോപ്പ് മെമ്മോകൾ. 3 മലകൾ ചേർന്ന മലനിരകളായതിനാലാണ് ഈ മലനിരകളെ മൂക്കുന്നിമലയെന്ന് പഴമക്കാർ വിളിച്ചിരുന്നത്. പശ്ചിമഘട്ട മലനിരകളിൽ ഏറെ പ്രാധാന്യമർഹിക്കുന്ന ഈ മലനിരകളിൽ ഭൂരിഭാഗവും ഇന്ന് ഗ്രാനൈറ്റ് ഖനനം കാരണം അപ്രത്യക്ഷമായി കഴിഞ്ഞു. തിരുവനന്തപുരം സിറ്റിയുടെ കുടിവെള്ള സ്രോതസ്സായ കരമനയാറ്റിൽ ഒഴുകിയെത്തുന്ന പ്രധാനപ്പെട്ട 14 നദികൾ ഉത്ഭവിക്കുന്നത് മൂക്കുന്നിമലയിൽ നിന്നാണ്. ഈ മലകളിൽ, ഈ തോടുകളിൽ പല തോടുകളും പാറ ഖനനത്തിനു ശേഷം നിശേഷം ഇല്ലാതായിരിക്കുകയാണ്. അതായത് കരമനയാറ്റിൻ്റെ പ്രധാനപ്പെട്ട വൃഷ്ടിപ്രദേശങ്ങളൊന്നാണെന്നാണ് ഇതിൻ്റെ അർത്ഥം. മൂക്കുന്നിമല ഇല്ലാതെയാകുന്നതോടെ കരമനയാറ്റിലേക്കുള്ള ഒഴുകിയെത്തുന്ന വെള്ളത്തിൻ്റെ അളവ് ഗണ്യമായ തോതിൽ ഇല്ലാതെയാവും, കുടിവെള്ളം ഇല്ലാതെയാവും എന്നർത്ഥം. 1960 കേരള സ്പെഷ്യൽ ലാൻഡ് അസൈൻമെന്റ് ആക്ട് പ്രകാരം പട്ടികജാതി കുടുംബങ്ങൾക്ക് റബ്ബർ കൃഷിക്ക് സർക്കാർ പാട്ടത്തിന് നൽകിയതാണ് ഈ മലനിരകൾ. എന്നാൽ ഇന്ന് ഈ ഭൂമി പൂർണ്ണമായും ഗ്രാനൈറ്റ് മാഫിയ കൈയടക്കി കഴിഞ്ഞു. ഏറെ സമരങ്ങൾക്കൊടുവിൽ വിജിലൻസ് കോറിക്ക് അനുമതി കൊടുത്ത പള്ളിച്ചൽ പഞ്ചായത്ത് പ്രസിഡന്റിനെ 1-ാം പ്രതിയാക്കി FIR സമർപ്പിച്ചു. എന്നിട്ടും കോറിയുടെ പ്രവർത്തനം നിർബാധം തുടർന്നു. സദേൺ എയർ കമാൻഡിന്റെ ഏറെ പ്രാധാന്യമുള്ള റഡാർ സ്റ്റേഷൻ കോറിക്ക് തൊട്ടടുത്താണ് പ്രവർത്തിക്കുന്നത്. ഇതിന് 1 കിലോമീറ്റർ ചുറ്റളവിൽ കോറി ഖനനം പാടില്ല എന്ന് ആഭ്യന്തര വകുപ്പിന്റെ ഉത്തരവുണ്ടെങ്കിലും അതിനും പുല്ലുവിലയാണ്. റഡാർ സ്റ്റേഷൻ നമ്മുടെ കേരളത്തിലെ, ഇന്ത്യയിലെ തന്നെ ഒരു സുരക്ഷാ തന്ത്രപ്രധാന കേന്ദ്രമാണ്. ഈ തന്ത്രപ്രധാന കാരണം എൻ്റെ ചെറുപ്പനാൾ തൊട്ടേ ആ ഭാഗത്ത് ഉണ്ടാകുന്ന അവിടെ കാണാൻ കഴിയുന്ന ഒരു മേഖലയാണ്. ഈ മേഖലയിൽ തന്നെ കടന്നു കയറിക്കൊണ്ട് അവരുടെ ബഫർ സോൺ കടന്നു കയറിക്കൊണ്ട് തന്നെ 1 കിലോമീറ്ററോളം കടന്നു കയറി തന്നെ പാറകൾ ഖനനം ചെയ്യുകയും അവരെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരുന്നതിന് പകരം അവർ സംരക്ഷിക്കുന്ന നിലപാടാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അവസാനം ഗത്യന്തരമില്ലാതെ കളക്ടർ സ്റ്റോപ്പ് മെമ്മോ നൽകിയെങ്കിലും കോറി പ്രവർത്തനം ഇപ്പോഴും നിർബാധം തുടരുന്നു. സ്റ്റോപ്പ് മെമ്മോ നൽകിയതറിഞ്ഞ് ഞങ്ങളെത്തുമ്പോൾ കണ്ണിൽ പൊടിയിടാനെന്നോണം പള്ളിച്ചൽ വില്ലേജ് ഓഫീസർ പോലീസിന്റെ സാന്നിധ്യത്തിലെത്തി. മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും തങ്ങളുടെ പൊന്മുട്ടയിടുന്ന താറാവിന് സ്റ്റോപ്പ് മെമ്മോ നൽകി. സ്റ്റോപ്പ് മെമ്മോ നൽകി മടങ്ങുന്നവരുടെ മുന്നിൽ തന്നെ കോറി പ്രവർത്തനം തലങ്ങും വിലങ്ങും നടക്കുകയാണ്. ഉദ്യോഗസ്ഥ രാഷ്ട്രീയ പ്രമുഖരടങ്ങിയ വൻമാഫിയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത്. കോറിക്കെതിരെ കോടതികളിലെത്തുന്ന കേസുകളും അട്ടിമറിക്കപ്പെടുന്നെന്ന് സംരക്ഷണ സമിതി പറയുമ്പോൾ ഇതിന്റെ വ്യാപ്തി എത്രത്തോളമാണെന്ന് നമുക്ക് ഊഹിക്കാം. മത്സ്യസമ്പത്തിന്റെ ബീജാങ്കുരങ്ങളെപ്പോലും ഊറ്റിയെടുക്കുന്ന പരദേശി ട്രോളറുകൾക്ക് മുമ്പിൽ നമ്മുടെ ജുഡീഷ്യൽ കമ്മീഷനുകൾ പോലും കവാത്ത് മറക്കുകയാണ്. ഇന്നല്ല നാളെയും ചാകരക്കാലമില്ലെന്ന നമ്മുടെ മത്സ്യത്തൊഴിലാളികൾ തിരിച്ചറിയുന്നു. രാമചന്ദ്രൻ ഒരു മുതലാളിയാണ്. പരീക്കുട്ടിയെ പോലെ നഷ്ടത്തിന്റെ കഥ മാത്രം പറയാനുള്ള മുതലാളി. വള്ളവും വലയുമൊക്കെ സ്വന്തമായുള്ള ഒരു മുതലാളിയുടെ കൊട്ടാരമാണ് പിന്നണിയിൽ. ചോർന്നൊലിക്കുന്ന മേൽക്കൂരയും പൊട്ടിപ്പൊളിഞ്ഞ ചുവരുകളും. ഇതുപോലുള്ള 100ഓളം മുതലാളിമാരുണ്ട് വെട്ടുകാട്, കണ്ണാതുറ പ്രദേശങ്ങളിൽ. പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ പ്രതിനിധികൾ. കാലം മാറിയതിനനുസരിച്ച് കോലം മാറാത്തതിനാൽ ഇവർക്ക് പറയാനുള്ളത് പ്രാരാബ്ദങ്ങളുടെ കഥ മാത്രം. ഇവർക്ക് ചുറ്റും പട്ടിണി കഥ പറയാൻ 1000ഓളം തൊഴിലാളികളും അവരുടെ കുടുംബങ്ങളും. എന്തെങ്കിലും കിട്ടുന്നത് കൊണ്ട് നമ്മളും 10-20 ജോലിക്കാരുണ്ട്. അവരുമായിട്ടെല്ലാം ഷെയർ ചെയ്തെടുത്ത് അങ്ങനെ പോണ. ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. നമ്മളെ മുതലാളിയെങ്കിൽ ഇപ്പോൾ ഈ അവസ്ഥയിൽ കിടക്കാൻ വീട് പോലും ഇല്ലാത്ത അവസ്ഥയാണ്. പണിയെടുത്ത് കിട്ടിയാൽ കിട്ടും, ഇല്ലെങ്കിൽ ഇല്ല. അതിനെ നിത്യവൃത്തി കഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുന്നു. ചില ദിവസങ്ങളിൽ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ കയ്യിൽ നിന്ന് ഇത് ഉണക്കിയൊക്കെ വള്ളത്തിൽ കയറ്റുന്നവർക്ക് കയ്യിൽ നിന്ന് കാശ് കൊടുക്കേണ്ടി വരും. എന്തെങ്കിലും ഒരു വർഷത്തിൽ 1-2 പ്രാവശ്യം അധികമായിട്ട് എന്തെങ്കിലും കിട്ടും. അത് എല്ലാവർക്കും കിട്ടാറില്ല. വളരെ ബുദ്ധിമുട്ടിലാണ് ജീവിതം. പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളെ ആധുനികവൽക്കരിക്കുന്നതിന് വഴികളുണ്ടെങ്കിലും ഒരു വഴിയും ഇവിടെ എത്താറില്ല. മത്സ്യത്തൊഴിലാളികളെ തന്നെ പ്രതിസന്ധിയിലാക്കുന്ന മീനാകുമാരി കമ്മീഷൻ റിപ്പോർട്ട് കൂടി എത്തുന്നതോടെ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ ദുരിതം ഇരട്ടിയാകും. പരമ്പരാഗത രീതിയിൽ മത്സ്യബന്ധനം നടത്തുന്നവർക്കൊരു ലോട്ടറിയാണ്. അവർക്ക് മത്സ്യം കിട്ടിയാൽ കിട്ടും. വേളി മുതൽ ശംഖുമുഖം വരെയുള്ള ഏകദേശം 10-60ഓളം പരമ്പരാഗത രീതിയിലുള്ള മത്സ്യബന്ധന ഉപകരണങ്ങൾ വിനിയോഗിച്ച് മത്സ്യബന്ധനം നടത്തുന്ന തൊഴിലാളികൾ അധിവസിക്കുന്ന ഈ മേഖലയിൽ ഫിഷറീസും അതുപോലെ തന്നെ പുതുതായി രൂപീകരിച്ച
തീരദേശ വികസന കോർപ്പറേഷനും ഒന്നും തന്നെ ഇവരുടെ ഈ ശൈലി മാറ്റുന്നതിന് വേണ്ടിയുള്ള ധനസഹായങ്ങളൊന്നും തന്നെ നൽകുന്നില്ല. ഇപ്പോൾ തന്നെ 84 കോടി രൂപ തീരദേശ വികസന കോർപ്പറേഷൻ്റെ ഫണ്ടിലുണ്ട്. ഇത്തരത്തിലുള്ള നവീകരിച്ച മത്സ്യബന്ധന ഉപകരണങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി ധനസഹായം കൊടുക്കുന്നതിന് വേണ്ടി 84 കോടി രൂപ അവരുടെ ഫണ്ടിലുണ്ട്. ഈ 2 വാർഡുകളിലെയും ഈ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് അത്തരം ധനസഹായങ്ങൾ നൽകി ഇവരെയും എന്നും ഈ തൊഴിലിലൂടെ നേട്ടം കൊയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു സഹായം ഈ കോർപ്പറേഷൻ ചെയ്തു കൊടുക്കണമെന്നാണ്. മത്സ്യത്തൊഴിലാളി വികസനത്തിന് വേണ്ടി സർക്കാർ വകമാറ്റിയിരിക്കുന്ന കോടികളിൽ ഒരു ചെറിയ ശതമാനമെങ്കിലും ഇവർക്ക് വേണ്ടി മാറ്റണം. ഇല്ലെങ്കിൽ യന്ത്രവൽകൃത വള്ളങ്ങളുടെ ചാകരക്കാലത്ത് ഇവർക്ക് പഞ്ഞമാസത്തിന്റെ സങ്കടക്കഥ മാത്രമേ പറയാനുണ്ടാകൂ. ബസ് എവിടെ നിർത്തണമെന്ന് തീരുമാനിക്കുന്നത് ആരാണ്? ബസ് ഷെൽട്ടറുകൾക്ക് വേണ്ടി പണം മുടക്കുന്നവർ കണ്ണു തുറക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. നഗരത്തിൽ വഴിതെറ്റിയെത്തിയ യാത്രക്കാരൻ ചേട്ടാ ബസ് എവിടെ നിന്നാൽ കിട്ടുമെന്ന് ചോദിച്ചാൽ ദയവ് ചെയ്ത് ബസ് ഷെൽട്ടറുകൾ ചൂണ്ടിക്കാട്ടി പറഞ്ഞു കൊടുക്കരുത്. ബസ് ഷെൽട്ടറുകൾക്ക് മുമ്പിൽ കൃത്യമായി ബസ് നിർത്തുമെന്ന് കരുതിയാൽ തെറ്റി. ആ കരുതിയവൻ കുടുങ്ങിയത് തന്നെ. നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരം പ്രതിഭാസങ്ങൾ നിരവധിയാണ്. ആ പ്രതിഭാസങ്ങളിലെ വിരോധാഭാസങ്ങൾ തേടിയാണ് ഞങ്ങളുടെ യാത്ര. ശാസ്തമംഗലത്തു നിന്ന് തുടങ്ങി പൂജപ്പുര വഴി ചാക്ക വരെയുള്ള ഒരു യാത്ര. ശാസ്തമംഗലത്ത് ബസ് ഷെൽട്ടറുകൾ ഒരു വശത്ത് മാത്രം. എന്നാലും യാത്രക്കാരന് ഒരു ഉപയോഗവുമില്ലാത്ത ബസ് ഷെൽട്ടർ ഇല്ല. വെള്ളയമ്പലം ജംഗ്ഷൻ, അവിടെ പിന്നെ റോഡുള്ളതുകൊണ്ട് നാട്ടുകാർ വണ്ടി കയറി പോകുന്നു. വഴുതക്കാട് ഹിന്ദു പ്രചാര സഭയുടെ മുമ്പിലാണ് ബഹുക്ഷേമം. ഇത് കാത്തിരിപ്പ് കേന്ദ്രമാണെന്ന് വെണ്ടയ്ക്കാക്ഷരത്തിൽ എഴുതി വച്ചിട്ടുണ്ട്. വഴിതെറ്റിയ ആൾ പോലും കയറില്ല. എന്തായാലും രണ്ടും കൽപ്പിച്ച് ഞങ്ങളങ്ങ് കയറി. അതാ ബസ് ഷെൽട്ടറിനെ നോക്കുകുത്തിയാക്കി അങ്ങ് ദൂരെ ബസ്സുകൾ ആളെ കയറ്റിയും ഇറക്കിയും പോകുന്നു. ഒരു സാരം കെട്ടിയിട്ടിട്ട് ഇവിടെ ആരും നിൽക്കുന്നില്ല. അപ്പുറം സൈഡിൽ ആ വളവിലാണ് എല്ലാവരും നിൽക്കുന്നത്. അവിടെ ആ വളവിൽ നിൽക്കുന്നതുകൊണ്ട് ഭയങ്കര അപകടങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അവിടെ കൈ കാണിച്ച് നിർത്തത്തില്ല, ഇവിടെ തന്നെ അവർ നിർത്തുള്ളൂ. അപ്പോൾ പിന്നെ ഞങ്ങളവിടെ നോക്കി നിന്നിട്ട് കാര്യമില്ല. അവർ വരുന്ന സ്പീഡിൽ തന്നെ അങ്ങ് പോകും, നിർത്തില്ല. അവർ നിർത്തിയില്ലെങ്കിൽ എല്ലാവരും അവിടെ നിൽക്കുള്ളൂ. ഇതത് നിർത്തില്ല, അവർ ഇങ്ങനെ കൊണ്ട് അവിടെ ചവിട്ടിയിട്ടങ്ങ് പോകും. നമ്മൾ അവിടെ ചെല്ലുമ്പോഴേ അവരെ എടുത്തോണ്ടങ്ങ് പോവുകയും ചെയ്യും. അതുകൊണ്ട് നമ്മൾ എവിടെയെങ്കിലും നിൽക്കുന്ന അവരെ കൊണ്ട് നിർത്തിയിട്ട് പോകും. ബസ് സ്റ്റാൻഡിൽ നിർത്തിയിരുന്നെങ്കിൽ കുഴപ്പമില്ല. ഇത് അവർ ചവിട്ടില്ല. അങ്ങനെ അപ്പുറത്തെ ഷെഡിനോട് ചിലപ്പോൾ നിർത്തിയാൽ നിർത്തി, ഇല്ലെങ്കിൽ എടുത്തോണ്ട് അങ്ങ് പോകും. കൈ കാണിച്ചാൽ ബാക്കിൽ നിന്ന് ഓടിയാലും നിർത്തൂല. അങ്ങനെ എല്ലാ ബസ്സായാലും ഏത് ബസ്സല്ലേ, ഫാസ്റ്റ് ആയാലും സാധാ ബസ്സായാലും നിർത്തൂല. എന്തിനായിരുന്നു ഇങ്ങനെ ഒരു സ്മാരകം നഗരസഭ പണി കഴിപ്പിച്ചതെന്ന് എങ്ങനെ ചോദിക്കാതിരിക്കും? ഒരുപക്ഷെ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ ബസ് ഷെൽട്ടറുകളുള്ള ഇടമാണ് പൂജപ്പുര. പക്ഷേ ആവശ്യമുള്ളിടത്ത് നട റോഡ് തന്നെ യാത്രക്കാരന് ശരണം. ഉള്ളതുമില്ലാത്തതും ഒരുപോലെ. അവിടെ ഇല്ല, ബസ് നിർത്താറില്ല, കുറച്ച് മാറിയേ നിർത്തുള്ളൂ. പരീക്ഷാ ഭവന് മുന്നിൽ പുതിയ ബസ് ഷെൽട്ടർ ഒരുങ്ങുന്നുണ്ട്. അത് MLAയുടെ വക. അതിനു മുമ്പിൽ ബസ് നിർത്തണമെങ്കിൽ തടഞ്ഞു നിർത്താൻ ആളുണ്ടാകണം. പൂജപ്പുരയിൽ നിന്ന് ചാക്കയിലേക്ക് മന്ത്രിയും സ്ഥലം MLAയുമായ VS ശിവകുമാറിന്റെ വക 2 എണ്ണം നാട്ടുകാർക്കായി സംഭാവന ചെയ്തു. ആൾ സയൻസ് കോളേജിന് മുമ്പിൽ ഒരു ബസ് ഷെൽട്ടർ മന്ത്രിയുടെ പേര് വിളിച്ചു പറയുന്നുണ്ട്. പക്ഷേ ബസ് മാത്രം ആ വഴിക്കങ്ങ് നിർത്തില്ല. വികസന ഫണ്ടുകൾ എങ്ങനെയും ചിലവഴിച്ചാൽ മതിയെന്ന ഭരണാധികാരികളുടെ മനോഭാവമാണ് നാട്ടുകാർക്ക് ഒരു ഉപയോഗവുമില്ലാത്ത ഇത്തരം സ്മാരകങ്ങൾക്ക് ഒരു കാരണം. ബസ്സുകാരന് എവിടെ നിർത്തണമെന്ന് തോന്നുന്നു അതാണ് ബസ് ഷെൽട്ടർ, അതാണ് ബസ് സ്റ്റോപ്പ്. ക്യാമറാമാൻ മഹേഷിനൊപ്പം ജിൻ ജയ്പാൽ, ACB ന്യൂസ്. പണിയായുധങ്ങൾ ഉണ്ടാക്കുന്ന പാരമ്പര്യ തൊഴിലായ കൊല്ലപ്പണി മാത്രമല്ല, പാടത്തെയും പറമ്പത്തെയും പണിയും മലയാളികൾ മറക്കുന്നു. പണിയായുധങ്ങൾ അന്യസംസ്ഥാനക്കാരന്റെ മുന്നിൽ അടിയേറ വച്ചപ്പോൾ പണിയായുധങ്ങളുടെ നിർമ്മാണം പരദേശികൾ ഏറ്റെടുത്തു. പണിയായുധങ്ങളുടെ വിപണനവുമായി എത്തിയ നാടോടികൾ നാട്ടുകാരിൽ കൗതുകമുണർത്തി. സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന 50ഓളം പേരാണ് മധ്യപ്രദേശിൽ നിന്നെത്തി തമ്പടിച്ച് പണിയായുധങ്ങൾ നിർമ്മിച്ച് വിൽപ്പന നടത്തുന്നത്. വിലക്കുറവും ഗുണനിലവാരവും ഉള്ളതിനാൽ സാധനങ്ങൾക്ക് നല്ല ഡിമാൻഡാണെന്ന് നാട്ടുകാർ സാക്ഷ്യപ്പെടുത്തുന്നു. ഒറിജിനൽ മെറ്റലിൽ നിന്ന് ഇവിടെ നിന്ന് ഉണ്ടാക്കി കൊടുക്കുകയാണ്. 2 മാസമായി കേരളത്തിൽ വന്നിട്ട്. അപ്പോൾ ഇവരിതൊക്കെ വളരെ ലാഭത്തിൽ കൊടുക്കുകയാണെന്നാണ് പറഞ്ഞത്. കിലോ 50 രൂപ കണക്കാക്കി. എനിക്ക് ഇപ്പോൾ ഇത് 2 എണ്ണം 100 വീതം 200ഉം ഇത് 200 വീതം 400. ആ ക്വാളിറ്റി ആക്ച്വലി നമ്മുടെ മുമ്പേ വെച്ച് മുറിച്ച് ചെയ്ത് ഇടുന്ന പ്ലേറ്റിലാണ് ചെയ്യുന്നത്. മൺവെട്ടി ഉൾപ്പെടെയുള്ള കാർഷിക ഉപകരണങ്ങളും വിവിധതരം കത്തികളും മറ്റുമാണ് ഇവർ നിർമ്മിച്ചു വിൽക്കുന്നത്. ഏതെടുത്താലും കിലോയ്ക്ക് 50 രൂപ നിരക്കാണ്. മധ്യപ്രദേശിൽ നിന്ന് കൊണ്ടുവന്ന മേൽത്തര ഇരുമ്പിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ. ഹൈവേക്കരികിൽ നെയ്യാറ്റിങ്കര മുനിസിപ്പൽ സ്റ്റേഡിയത്തിന് മുന്നിൽ തമ്പടിച്ചാണ് ഇവരുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ. ഇത് കാണാൻ നാട്ടുകാർ ഒത്തുകൂടുന്നത് ഇപ്പോൾ സ്ഥിരം കാഴ്ചയാണ്.
പുരുഷന്മാരും സ്ത്രീകളും നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നു. ഇവിടെ നിർമ്മിച്ചെടുക്കുന്ന ഉപകരണങ്ങൾ നാടോടി സംഘം ഗ്രാമങ്ങളിൽ കൊണ്ടുപോയി വിൽപ്പന നടത്തുന്നു. പിന്നെ വൈകുന്നേരം ടെന്റിൽ ഒത്തുചേർന്ന് പാചകം. മാസങ്ങൾക്ക് മുമ്പ് മധ്യപ്രദേശിൽ നിന്ന് തിരിച്ചതാണ്. കേരളത്തിന്റെ അങ്ങേയറ്റത്തു നിന്ന് തുടങ്ങിയ യാത്ര ഇങ്ങേയറ്റം നെയ്യാറ്റിൻകരയിൽ ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. അതിർത്തി ഗ്രാമങ്ങളിൽ കുറച്ചുനാൾ വിൽപ്പനയ്ക്കായി തമ്പടിച്ച ശേഷം സ്വദേശത്ത് തിരിച്ചു പോകാൻ തയ്യാറെടുക്കുകയാണിവർ. 3 അടി മണ്ണ് കൊണ്ട് കൃഷിയുടെ 3 ഉലകവും കീഴടക്കിയ ഒരു കർഷകൻ. ഒരു മൂട് കാച്ചിൽ പിഴുതെടുത്തപ്പോൾ കിട്ടിയത് 100 കിലോ. കൃഷിക്ക് നല്ല വളക്കൂറുള്ള മനസ്സാണ് ആദ്യം വേണ്ടതെന്ന് ഈ കർഷകൻ പറയുന്നു. 100 മേനി വിളവെന്നൊക്കെ പറയുന്നത് ഇതാണ്. കാരണം ഈ ഭീമൻ കാച്ചിലിന് 1 കിൻഡലിന് പുറത്താണ് ഭാരം. പട്ടം മങ്ങന്നൂർക്കോണം സ്വദേശിയായ നാരായണന് കൃഷിയോടുള്ള കമ്പം കൊണ്ട് സുഹൃത്ത് കൊടുത്ത കാച്ചിലിന്റെ വിത്ത് കഴിഞ്ഞ മേടപ്പത്തിന് വീട്ടിന്റെ പുറകിൽ കുഴിച്ചിട്ടു. 8 മാസം കൊണ്ട് വീടിന് പുറകിലുള്ള മരങ്ങളിൽ കാച്ചിൽ പടർന്നു പന്തലിച്ചു. തിരുവാതിര പുഴുക്കുണ്ടാക്കാൻ കാച്ചിൽ വെട്ടാൻ പോയപ്പോഴാണ് നാരായണൻ ശരിക്കും ഞെട്ടിയത്. കാച്ചിൽ വെട്ടിത്തുടങ്ങിയപ്പോഴാണ് മണ്ണിനടിയിരിക്കുന്ന ഭീമന്റെ വലിപ്പം മനസ്സിലായത്. കാച്ചിൽ വെട്ടി വീടിന് പുറകിൽ ശരിക്കും ഒരു കിണർ രൂപപ്പെട്ടു. പിന്നെ 5 സുഹൃത്തുക്കളെ വിളിച്ചാണ് ഈ ഭീമനെ പൊക്കി പുറത്തെടുത്തത്. എൻ്റെ ഒരു വട്ടപ്പാറ ഒരു വസ്തു നോക്കുന്ന ഒരാളുണ്ട്. പുള്ളിയുടെ കയ്യിൽ നിന്ന് എനിക്ക് ലഭിച്ചതാണ് ഇതിൻ്റെ വിത്ത്. ആഫ്രിക്കൻ കാച്ചിൽ എന്നറിയപ്പെടുന്നു. വളരെ ഒരു കിൻഡൽ തൂക്കമുണ്ട് ഇന്ന് വെയിറ്റ് ചെയ്ത് നോക്കിയപ്പോൾ. കൃഷി രീതികൾ ജൈവ കൃഷി രീതിയാണ്. ബയോഗ്യാസിൻ്റെ സ്ലറി അത് വളരെയധികം ഉപകാരപ്രദമായിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും മെച്ചപ്പെട്ട് നിൽക്കുന്ന ഒരു ഇതാണ്. നമ്മൾ വെള്ളം ചേർത്ത് എല്ലാ സസ്യങ്ങളുടെയും ചുവട്ടിൽ കൊടുത്താൽ നല്ലൊരു റിസൾട്ട് കിട്ടുന്നുണ്ടെന്നുള്ളതാണ് അതിനെക്കുറിച്ചുള്ളത്. അതുപോലെ ഒപ്പം വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാനുള്ള ഒരു മാർഗവും കൂടെ. വീടിന് ചുറ്റുമുള്ള ഇത്തിരി വട്ടത്തിലും മട്ടുപ്പാവിലും വർഷങ്ങളായി വാഴയും പച്ചക്കറിയുമൊക്കെ നടാറുണ്ടെങ്കിലും ഇത്തരത്തിലൊരു 100 മേനി വിളവ് ആദ്യമാണ്. വീട്ടിന്റെ മട്ടുപ്പാവിൽ വീട് മേയാൻ ഉപയോഗിക്കുന്ന ഓടുപയോഗിച്ച് തയ്യാറാക്കിയ പ്രത്യേക തടങ്ങളിൽ 7ഓളം വാഴകൾ കുലച്ചു നിൽക്കുന്നു. ബയോഗ്യാസ് പ്ലാന്റിൽ നിന്നുള്ള സ്ലറി ഉപയോഗിച്ചതാണ് കാച്ചിലിനും വാഴയ്ക്കുമൊക്കെ മെച്ചപ്പെട്ട വിളവുണ്ടാകുന്നതെന്ന് നാരായണൻ പറയുന്നു. ബയോഗ്യാസ് പ്ലാന്റിൽ നിന്ന് പുറത്തു വരുന്ന സ്ലറി പ്രത്യേക ജൈവ കൂട്ടുകൾ കൂട്ടിച്ചേർത്ത് നിർമ്മിക്കുന്ന ജീവാമൃതം എന്ന ജൈവ വിളക്കൂട്ടാണ് ഈ 100 മേനി വിളവിന്റെ രഹസ്യമെന്ന് നാരായണൻ സാക്ഷ്യപ്പെടുത്തുന്നു. ഭീമൻ കാച്ചിൽ കൊണ്ട് റെസിഡൻസ് അസോസിയേഷൻ അംഗങ്ങൾക്കായി സദ്യ ഒരുക്കാൻ ഒരുങ്ങുകയാണ് അസോസിയേഷൻ സെക്രട്ടറി കൂടിയായ നാരായണൻ. ഗാഡ്ജറ്റുകളുടെ ലോകത്ത് തളയ്ക്കപ്പെട്ട യുവത്വത്തിന് അപവാദമായി ഒരു എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളുടെ കൂട്ടായ്മ. NSSലൂടെ ഇവർ നടത്തിയ പരിശ്രമങ്ങളുടെ ഫലമായി ഒരു കുടുംബത്തിന് ലഭിച്ചത് അന്തിയുറങ്ങാൻ ഒരു വീട്. വീടെന്ന സ്വപ്നം സാക്ഷാത്കരിച്ചതോടെ സുഗതനും ഭാര്യ ശോഭയ്ക്കും മഴ നനയാതെ ഇനി അന്തിയുറങ്ങാം. പഴയ സാരികൾ കൊണ്ട് ചുവരുകൾ തീർത്ത് ദ്രവിച്ചു പൊടിഞ്ഞ ഓലച്ചീറുകൾ കൊണ്ട് ആകാശം കാണാവുന്ന മേൽക്കൂരയ്ക്ക് താഴെയാണ് ഇവർ അന്തിയുറങ്ങിയിരുന്നത്. മഴ പെയ്താൽ ചോർന്നൊലിക്കുന്ന വീട്ടിലെ ഇവരുടെ ദയനീയ സ്ഥിതി കണ്ടാണ് ഒരു കൂട്ടം കുട്ടികൾ വീട് വെച്ച് നൽകിയത്. നരുവാമൂട് ട്രിനിറ്റി കോളേജിലെ NSS വോളണ്ടിയേഴ്സും അധ്യാപകരുമാണ് ഈ ഉദ്യമത്തിന് പിന്നിൽ. ഇന്ന് ഇവിടെ നിൽക്കുമ്പോൾ സത്യത്തിൽ വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഈ വീട് ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു കൂട്ടായ്മയുടെ ഫലമായിട്ടാണ് സത്യത്തിൽ ഈ വീട് ഇന്നിവിടെ പണിയാൻ കഴിഞ്ഞത്. ഇവിടെ ആദ്യം ഒരു ഇടിഞ്ഞു പൊളിയാറായ നിലയിലുണ്ടായിരുന്ന ഒരു കെട്ടിടമാണ് ഉണ്ടായിരുന്നത്. നമ്മുടെ കോളേജിൻ്റെ മാനേജ്മെൻറ്റ് അതിനെക്കുറിച്ച് അറിയുകയും അവർ പിന്നീട് ഇവിടെ വന്ന് ഇവിടുത്തെ സിറ്റുവേഷൻസ് കണ്ടപ്പോൾ അവർക്ക് മനസ്സിലാവുകയും പിന്നെ മാനേജ്മെൻറ്റ് തന്നെയാണ് തീരുമാനിച്ചത് ഇങ്ങനെ ഒരു വീട് പണിഞ്ഞു കൊടുക്കണമെന്നത്. NSSൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ ഒരു വീട് പണിയണമെന്ന് തീരുമാനിച്ചത് പ്രൊഫസർ മെറ്റിൽഡ മിസ്സാണ്. അപ്പോൾ ടീച്ചറിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഞങ്ങൾ ഇവിടെ വന്ന് ഈ വീട് പണിയാൻ തുടങ്ങിയത്. തുടർന്ന് കുട്ടികളുടെ മേൽനോട്ടത്തിൽ പാലുകാച്ചലും നടന്നു. തൊട്ടടുത്ത മാടത്തിൽ കഴിയുന്ന സുഗതന്റെ മാതാപിതാക്കളെയും കൂട്ടി കുട്ടികൾ മധുരം വിളമ്പി സന്തോഷം പങ്കിട്ടു. മുമ്പ് ചോർന്നൊലിച്ച് പകുതി ഇടപാതി മഴയിൽ ഇടിഞ്ഞ് പൊടിഞ്ഞ് അങ്ങനെ കിടന്ന അവസരത്തിൽ എൻ്റെ മെമ്പർ മുഖേന അതവിടെ കമ്മിറ്റിയിൽ പറയുകയും അത് മുഖേന അവർ പാസ്സാക്കുകയും വീട് വെച്ച് കൊടുക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും എൻ്റെ പ്രിയപ്പെട്ട മക്കളെല്ലാവരും ചെയ്ത് ഇത്രത്തോളം ആക്കിയതിന് എൻ്റെ ഹൃദയംഗമായ നന്ദി ഞാൻ പറഞ്ഞുകൊള്ളുന്നു. അന്തിയുറങ്ങാൻ ഒരു കുഞ്ഞു വീടായതോടെ ഇനിയൊരു മുറിയും ടോയ്ലറ്റ് നിർമ്മിച്ചു നൽകാമെന്ന് വാർഡ് മെമ്പറും ഉറപ്പ് നൽകിയിരിക്കുകയാണ്. എന്നാലും അവർ അത്രമാത്രം അവർ കഷ്ടപ്പെട്ട് ഇവർ റൂം വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു എടാ അത് മതി, ഞാൻ പഞ്ചായത്തിലൊരു വീട് മെയിൻ്റനൻസിന് സുഗതൻ ഇട്ടിട്ടുണ്ട്, അപ്പോൾ അതിലൊരു 25,000 രൂപ SC ഫണ്ടിൽ നിന്ന് കിട്ടും. അപ്പോൾ അത് വെച്ച് ഞാനൊരു ബാത്റൂമും ഒരു അടുക്കളയും കൂടെ ഇതിൽ തന്നെ ഞാൻ അത് ചെയ്യാനുള്ള എല്ലാ സംവിധാനവും ചെയ്തു കൊടുക്കാം. റോഡ് സൗകര്യമില്ലാത്ത കുന്നിൻ മുകളിലാണ് ഇവരുടെ താമസം. അതിനാൽ ഏറെ പണിപ്പെട്ടായിരുന്നു വീട് നിർമ്മാണം. ഇത്തിരി പണിപ്പെട്ടാണെങ്കിലും ഏറെ നാളത്തെ സുഗതന്റെ വീടെന്ന സ്വപ്നമാണ് കുട്ടികൾ യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നത്.
നേർക്കാഴ്ചയുടെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. നേർക്കാഴ്ചയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കേണ്ട വിലാസം ടു ദ പ്രൊഡ്യൂസർ, നേർക്കാഴ്ച, ACB സ്റ്റുഡിയോ കോംപ്ലക്സ്, സ്റ്റാച്യു, തിരുവനന്തപുരം 1. മൊബൈൽ നമ്പർ 8086011234. നേരിന്റെ നേരായ കാഴ്ചകളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.